ഇതൊന്നും അല്ലാതെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് തിരഞ്ഞെടുത്താലും അവനവൻ നല്ലോണം പഠിക്കുക, അതിൽ സ്കിൽഡ് ആവുക. ബ്രോ, അപ്പോൾ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് പല സ്റ്റുഡൻസിനും ഇപ്പോൾ കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഈ ബ്രോ പറഞ്ഞത് എനിക്ക് ഒരുപാട് പിള്ളേർ പുറത്തുനിന്നുള്ള നാട്ടിലൊക്കെ ആണെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നല്ല ഏതാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. കാരണം ഒരുപാട് ആഡുകളാണ് അവർ ഓരോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊരു നല്ല കരിയറാണ്, ഇതിന് ഇപ്പം +2 ഡിഗ്രിയോ ഏത് ക്വാളിഫിക്കേഷൻ ആയാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കോഴ്സ് എടുക്കുക എന്നുള്ളത് കൊണ്ട് ഒരുപാട് പേര് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നല്ലത് തിരഞ്ഞെടുക്കുമ്പോൾ ഏജൻസി ബേസ്ഡ് ആണോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കുക. ഒരു ഏജൻസി ബേസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ലൈവ് പ്രൊജക്റ്റുകൾ അവർക്ക് കിട്ടും. അപ്പോൾ അത് അവരുടെ മുന്നോട്ട് പോക്കിന് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് മെൻറ്റേഴ്സ് ആണോ എന്നുള്ളത്. ഇപ്പോൾ ഒരു 1 ഇയറോ 2 ഇയറോ എക്സ്പീരിയൻസ് മാത്രമല്ലാതെ അതിൽ കൂടുതൽ നല്ലോണം എക്സ്പീരിയൻസ് ഉള്ള മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ മുന്നോട്ട് പോക്ക് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ടൂളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഡ്വാൻസ്ഡ് സിലബസ് മൊഡ്യൂളുകളൊക്കെ അഡ്വാൻസ്ഡ് ആണോ എന്നുള്ളത് കയറി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊന്നും അല്ലാതെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് തിരഞ്ഞെടുത്താലും അവനവൻ നല്ലോണം പഠിക്കുക, അതിൽ സ്കിൽഡ് ആവുക, അതാണ് അതിലൊരു മെയിൻ കാര്യം എന്നുള്ളത്.